ഹലോ ഗൈസ്, നമ്മൾ ഇന്നൊരു അപ്സൈക്കിളാട്ടോ ചെയ്യുന്നത്. ഇത് കണ്ടോ, എൻ്റെ സിസ്റ്ററുടെ ഒരു ഗൗണാണിത്. അപ്പോൾ ആൾക്ക് തൊട്ടും ഇഷ്ടമല്ല, കുറേ ഇനി ഞാനിത് യൂസ് ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കളയാൻ വെച്ചിരിക്കുന്നു. അപ്പോൾ എന്ത് ചോദിച്ചോ, ഞങ്ങളിത് അപ്സൈക്കിൾ ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തു. അപ്പോൾ ആളെന്നെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് ഇത് വെച്ചൊരു പലാസോ പാൻറ്റ് ചെയ്താലോ എന്ന്. അപ്പോൾ എനിക്ക് തോന്നി കറക്റ്റാണല്ലോ, പലാസോ തന്നെ ചെയ്യാം, നല്ല ഭംഗിയുണ്ടായിരിക്കുന്നു. എന്നിട്ട് ഡ്രസ്സൊന്ന് മറച്ചിട്ടിട്ടുണ്ട്. എന്നിട്ട് അത് കട്ട് ചെയ്യാൻ നോക്കുക കേട്ടോ. അപ്പോൾ അതിൻ്റെ വേസ്റ്റ് ബാൻഡിന് വേണ്ടിയിട്ട് ഞാൻ ഓൾറെഡി അതിൻ്റെ വേസ്റ്റിൻ്റെ മേലോട്ടേക്ക് അങ്ങനെ എടുത്തിട്ട് ആ ഒരു കുറച്ചധികം വിടുത്തിൽ, അതായത് ഒരു 3 ഇഞ്ച് ഉണ്ടായിരിക്കും കൊണ്ട് മേലോട്ടേക്ക് അങ്ങനെ ഒരു വിടുത്തിൽ കട്ട് ചെയ്തെടുക്കുകയാണ്. അതെന്തിനാണ് ഇത് കട്ട് ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് വേസ്റ്റ് ബാൻഡിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ സെപ്പറേറ്റ് ഒരു പീസ് എടുത്ത് അറ്റാച്ച് ചെയ്യേണ്ടല്ലോ, സെയിം ആ ക്ലോത്തും ഉണ്ട്. അപ്പോൾ നമുക്ക് അത് വെച്ചിട്ട് തന്നെ അറ്റാച്ച് ചെയ്യാവുന്ന രീതിയിൽ ആ ഒരു വേസ്റ്റ് ബാൻഡ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് പാൻറ്റിൻ്റെ ആ ഈ ഒരു സെൻറ്റർ പോർഷൻ വരില്ലേ, ഒരു കട്ടിങ് ജോയിൻറ്റ് വരുന്ന പോർഷൻ, അതാണ് നമ്മൾ ഈ സൈഡിൽ കട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ആ ഒരു ബാൻഡ് കഴിഞ്ഞിട്ട് താഴത്തേക്കുള്ള ഈ പോർഷൻ ഒരു 10 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. ഈ കാണുന്നത് ഒരു 10 ഇഞ്ചാട്ടോ. ആ 10 ഇഞ്ച് ഞാൻ ആ ഒരു കാണുന്ന ആ ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് സാധാരണ ഒരുവിധപ്പെട്ട എല്ലാവർക്കും ഒരു 10 ഇഞ്ചാണ് വേണ്ടത്. നല്ല സൈസുള്ള വലിയ ബോഡി സൈസുള്ള ആൾക്കൊക്കെയാണ് ഒരു 11-12 ഒക്കെ വേണ്ടി വരിക. അല്ലാതെ നോർമൽ എല്ലാവർക്കും 10 ഇഞ്ച് എടുത്താൽ മതി കേട്ടോ. അപ്പോൾ തന്നെ നല്ല സുഖമായിരിക്കും. എന്നിട്ട് ഞാൻ അതിൻ്റെ 2 സൈഡും, അപ്പോൾ നമ്മൾ പാൻറ്റ് അല്ലേ, അപ്പോൾ അത് 2 സൈഡും ഒന്ന് സെപ്പറേറ്റ് ചെയ്യേണ്ടതുണ്ട്. ഇതിപ്പോൾ ഇങ്ങനെ ഒരു വലിയൊരു സ്കേർട്ട് പോലുള്ളൊരു പീസല്ലേ, അപ്പോൾ നമ്മൾ പാൻറ്റ് ആകുമ്പോൾ ഓരോ കാലിനും അങ്ങനെയല്ലേ ഇടുക. അപ്പോൾ അതിൻ്റെ 2 പീസും ഞാൻ സെപ്പറേറ്റ് ആക്കിയിട്ട് അത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ 2 പീസും വെച്ചിട്ടാണ് നമ്മൾ ജോയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതുണ്ടോ, ഓൾറെഡി അത്യാവശ്യം നല്ല ഫ്ലെയറൊക്കെ വരുന്ന ഈ ഫ്ലെയർ ഫുള്ളായിട്ട് നമുക്ക് ഈ കാണുന്ന ഒരൊറ്റ ഫ്ലെയർ ഫുള്ളായിട്ട് നമുക്ക് ഒരു കാലിലേക്ക് കിട്ടുന്നുണ്ടായിരിക്കും. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ വരും. അപ്പോൾ 2 കാലും അങ്ങനെ വരുന്ന രീതിയിൽ ചെയ്യാമെന്ന പ്ലാന്. അപ്പോൾ ഞാൻ ഇതെങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യാന്നുള്ളത് കാണിച്ചു തരാം. ഇതുണ്ടോ, ഇതിപ്പോൾ നമ്മൾ ഒരു കാലിൻ്റെ പോർഷൻ വരുന്ന രീതിയിൽ താഴെ മുതൽ ഫുള്ളായിട്ട് ആ ഒരു നോച്ച് നമ്മൾ ഇട്ടില്ലേ, അതായത് ആ ഒരു ഷേപ്പ് ചെയ്തിട്ടൊരു ഷേപ്പിംഗ് നമ്മൾ കൊടുത്തില്ലേ, അതുവരെ നമ്മളിത് രണ്ട് പാൻറ്റിൻ്റെ സൈഡും അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു നമ്മൾ ആ മാർക്ക് ചെയ്തത് വരെ വരുന്ന രീതിയിലാണ്. അപ്പോൾ ഈ മാർക്ക് ചെയ്തത് എങ്ങനെ സ്റ്റിച്ച് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഞാൻ ജോയിൻ ചെയ്യുന്നില്ല, പാൻറ്റിൻ്റെ ജോയിൻ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ശ്രദ്ധിച്ചാൽ കാണാം, അതിൻ്റെ സെൻറ്ററിലൂടെ ഒരു ജോയിൻറ്റ് വരുന്നുണ്ടായിരിക്കും. ആ ഒരു ജോയിൻറ്റിങ് ആണ് ഇവിടെ കൊടുക്കേണ്ടത്. അപ്പോൾ ഈ കാണുന്ന രീതിയിൽ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാനത് കറക്റ്റ് കാണിച്ചു തരാം. ഇതുണ്ടോ, ആ 2 ജോയിൻറ്റുകളും പരസ്പരം വെച്ചിട്ട് ആ പാൻറ്റിൻ്റെ ആ ഒരു സെൻറ്റർ പോർഷനാണ് അത് വരുന്നത്. അങ്ങനെ ഫുൾ 2 സൈഡും നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ ആ 10 ഇഞ്ച് എടുത്തിട്ടുണ്ടായത്. അപ്പോൾ നിങ്ങൾക്ക് വലിയ സൈസുള്ള ആളാണ്, നടക്കാനൊക്കെ അങ്ങനെ നല്ല ബുദ്ധിമുട്ട് വരുന്ന, അങ്ങനെ കാലിൻ്റെ തൈസൊക്കെ അത്യാവശ്യം നല്ല വീതിയുള്ളവർക്കാണ് കേട്ടോ അതിൽ കൂടുതൽ എടുക്കേണ്ടി വരിക. എന്നിട്ട് നമ്മൾ ആ കണ്ടുവെച്ച ആ മേലത്തെ പോർഷൻ ഇതുപോലെ ഒരു ബാൻഡാക്കി വെച്ചിട്ട് ഉള്ളിൽ നമ്മൾ എന്തിട്ടും ഇലാസ്റ്റിക് കൊടുക്കുക ചെയ്തിട്ടുള്ളത്. വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. അങ്ങനെ വലിയ ടാസ്ക്കുള്ള പരിപാടി ഒന്നുമല്ല, പെട്ടെന്ന് തന്നെ നമ്മൾ അപ്സൈക്ലിംഗ് പരിപാടി കഴിയുന്നതാണ്. അപ്പം ഞാൻ ഇതുപോലെ ആ ബാൻഡിൻ്റെ ഒരു സൈഡൊന്ന് അടിച്ചെടുത്തിട്ട് അതിലേക്ക് എന്ത് ചെയ്തു, ഇലാസ്റ്റിക് ഇട്ടു. ഇതാണ് ഫൈനൽ ലുക്ക് വരുന്നത്. നോക്കിയേ എന്ത് നല്ല നീറ്റായിട്ടുണ്ടെന്ന്. ആ വേസ്റ്റിൻ്റെ ആ പോർഷനൊക്കെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇലാസ്റ്റിക്കും കൂടി ആയതുകൊണ്ട് കറക്റ്റ് സെറ്റായിട്ട് നിൽക്കുന്നുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റിൽ അറിയിക്കണ്ടോ. ഇൻ കേസ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് കമൻറ്റിൽ അറിയിച്ചാൽ മതി. നമുക്ക് നോക്കാം. ഓക്കെ, ടാറ്റാ, ബൈ ബൈ.